സൂപ്പർ ലീഗ് കേരളയിൽ കണ്ണൂരിന് കന്നി കിരീടം. കണ്ണൂർ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനലിൽ കണ്ണൂർ വാരിയേഴ്സ് FC തൃശൂർ മാജിക് FC എതിരില്ലാത്ത ഒരു ഗോളിന് തോൽപ്പിച്ചു. ആദ്യ പകുതിയിൽ റെഡ് കാർഡ് കണ്ട് 10 പേരുമായി ചുരുങ്ങിയ മത്സരത്തിൽ പ്രതിരോധത്തിൽ കോട്ട കെട്ടിയാണ് കണ്ണൂർ മിന്നും വിജയം സ്വന്തമാക്കിയത്. കണ്ണൂരിനു വേണ്ടി അസിയർ ഗോമസ് ഒരു ഗോൾ നേടി. രണ്ടാം പകുതിയിൽ കണ്ണൂരിന്റെ പരിശീലകൻ മാനുവൽ സാഞ്ചസിനും ചുവപ്പ് കാർഡ് കണ്ടു. സൂപ്പർ ലീഗ് കേരള ഫൈനൽ പോരാട്ടത്തിൽ കണ്ണൂർ വാരിയേഴ്സ് FCയും തൃശൂർ മാജിക് FCയും സെമി ഫൈനൽ കളിച്ച ആദ്യ 11-ൽ മാറ്റങ്ങളുമായാണ് നിർണായക മത്സരത്തിന് ഇറങ്ങിയത്. 18-ാം മിനിറ്റിൽ കണ്ണൂരിന്റെ അസിയർ ഗോമസ് എടുത്ത പെനാൽറ്റി ഗോളാണ് കണ്ണൂരിന് വിജയം സമ്മാനിച്ചത്. സൂപ്പർ ലീഗ് കേരളയുടെ ഫൈനൽ പോരാട്ടത്തെ അതിഗംഭീരമായാണ് കണ്ണൂർ വരവേറ്റത്. മുനിസിപ്പൽ ജവഹർ സ്റ്റേഡിയത്തിൽ നടന്ന ഫൈനൽ പോരാട്ടം കാണാൻ ഗ്യാലറികൾ നിറഞ്ഞു കവിഞ്ഞിരുന്നു. പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് ഇത്രയും വലിയൊരു ഫുട്ബോൾ മാമാങ്കത്തിന് കണ്ണൂർ ജവഹർ സ്റ്റേഡിയം സാക്ഷ്യം വഹിക്കുന്നത്. രാജ്യത്തെ പ്രമുഖ കലാകാരന്മാർ അണിനിരുന്ന പരിപാടികളും നടന്നു. പ്രശസ്ത റാപ്പർ ഗബ്രി ഫൈനൽ മത്സരത്തിന് മുന്നോടിയായി നടന്ന സംഗീത നിശയിൽ പങ്കെടുത്തു. വർണ്ണാഭമായ വെടിക്കെട്ടും ലൈറ്റ് ഷോ അടങ്ങുന്ന മികച്ച ദൃശ്യവിരുന്നാണ് കണ്ണൂരിന്റെ ഫുട്ബോൾ ഉത്സവത്തിനായി സജ്ജീകരിച്ചത്. കണ്ണൂർ വാരിയേഴ്സ് FC സഹ ഉടമയും നടനുമായ ആസിഫ് അലി, തൃശൂർ മാജിക് FC സഹ ഉടമയും നടനുമായ കുഞ്ചാക്കോ ബോബൻ എന്നിവരുൾപ്പെടെ പ്രമുഖ ചലച്ചിത്ര താരങ്ങൾ, കായിക താരങ്ങൾ, രാഷ്ട്രീയ പ്രമുഖർ എന്നിവർ മത്സരം കാണാനെത്തി.